നമസ്കാരം. പ്ലസ് ടുവിന് ശേഷം ഏത് കരിയർ പാത്ത് ചൂസ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി കേരളത്തിലെ നമ്പർ 1 സ്റ്റഡി അബ്രോഡ് സ്ഥാപനമായ എഡ്യൂഫ്ലെയറിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം റോയ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, വെൽക്കം. താങ്ക് യു സാർ, അതുപോലെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് ബാക്കി സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ അധികം ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. സോ നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമുകളെ ഹൗസ് ബിൽഡിങ്ങിനെ കമ്പയർ ചെയ്യാൻ പറ്റുക? സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു വികസിത വിദേശ രാജ്യത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ അവിടെ പോയി പഠിക്കുകയാണ്. പഠിക്കുന്നതിനോടൊപ്പം വികസിത രാജ്യങ്ങളിൽ സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ട്. ആ സ്റ്റേ ബാക്ക് പീരീഡിൽ അവർക്ക് അവിടെ നിൽക്കാനുമുള്ള അവസരമുണ്ട്. ഇതിനപ്പുറത്തേക്കായി ഒരു ജോലിക്കുള്ള സാധ്യതയൊന്നും തന്നെ ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ലഭ്യമാകുന്നില്ല. അതായത് നമ്മൾ ട്യൂഷൻ ഫീ കൊടുത്ത് അവിടെ പോയി ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ വികസിത രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു. പഠനശേഷം കോഴ്സിൻ്റെ ദൈർഘ്യം അനുസരിച്ച് സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ട്. ആ സ്റ്റേ ബാക്ക് പീരീഡിൽ ആ രാജ്യത്ത് നിൽക്കുവാനും ജോലി ചെയ്യാനും ഒക്കെയുള്ള അവസരമുണ്ട്. അപ്പം കഴിവുള്ള വിദ്യാർത്ഥിക്ക് അവരുടെ ജോലി ഒരു സ്ഥിരം ജോലിയാക്കി മാറ്റി ആ രാജ്യത്ത് നിൽക്കാനും പിന്നീട് അവിടെ PR സമ്പാദിക്കാനൊക്കെ ഉള്ള അവസരമാണ് ഒരു ജനറൽ സ്റ്റഡി അബ്രോഡിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ജനറൽ സ്റ്റഡി അബ്രോഡിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ട്യൂഷൻ ഫീക്കുള്ള പണം വേണം. 2, പല രാജ്യങ്ങളിൽ ഇപ്പം കാനഡയാണെങ്കിൽ GIC അക്കൗണ്ട് വേണം. ജർമ്മനിയിൽ മാസ്റ്റേഴ്സിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം. മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പം നമുക്ക് ഷോമണി വേണം. ഇങ്ങനെ നമുക്ക് മുൻകൂട്ടിയുള്ള മറ്റ് ആ രാജ്യത്ത് ജീവിക്കാനുള്ള പണവും ആ രാജ്യത്ത് ഒരു സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാം പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആവശ്യമുണ്ട്. എന്നാൽ ഹൗസ് ബിൽഡിംഗ് ഇതിനെല്ലാം വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. കാരണം എഡ്യൂക്കേഷൻ തന്നെ ഫ്രീ ആണ്. രണ്ടാമതായി നമുക്ക് സ്റ്റൈപ്പൻഡ് ഇങ്ങോട്ട് ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടോ GIC അക്കൗണ്ടോ ഷോമണിയോ ഒന്നും തന്നെ ആവശ്യമില്ല. കൂടാതെ പഠനത്തിനോടൊപ്പം നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ജോബ് ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതായത് നമ്മൾ ഇവിടുന്ന് ആ രാജ്യത്തേക്ക് പോകുമ്പോഴേക്ക് തന്നെ എല്ലാ കാര്യങ്ങളും സേർട്ടനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു പർട്ടിക്കുലർ പ്രോഗ്രാം പഠിക്കുന്നു, പഠനത്തിനോടനുബന്ധിച്ച് ആ പ്രോഗ്രാമിൽ തന്നെ പിറ്റേ ദിവസം തന്നെ ജോലി ലഭ്യമാവുന്നു. ജോലി ലഭ്യമായതിനു ശേഷം ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് PR ലഭ്യമാവുന്നു, പിന്നീട് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നു. അപ്പം നമ്മുടെ ലൈഫിൻ്റെ സ്പാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ കൂടിയാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ പോകുന്നത്. നമുക്ക് കൂടുതലായിട്ടുള്ള പണമൊന്നും തന്നെ അവിടെ പോകുന്നതിന് ആവശ്യമായിട്ടില്ല. അപ്പം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ പോയി പഠിച്ച് ആ രാജ്യത്ത് സെറ്റിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേ സമയത്ത് നമ്മൾ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പോകണമെങ്കിൽ അവർക്ക് ആ രാജ്യത്തേക്ക് വേണ്ടുന്ന ആ കോഴ്സിന് ആവശ്യമായിട്ടുള്ള ട്യൂഷൻ ഫീ കണ്ടെത്തണം. അതുപോലെ തന്നെ അവർക്ക് ഈ GIC അക്കൗണ്ടിലുള്ള പണം കണ്ടെത്തണം. ഇങ്ങനെ പല വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വരുന്നുണ്ട്. ജോബിനാണെങ്കിൽ യാതൊരുവിധ ഷുവർട്ടി ഇല്ല. പലപ്പോഴും കോഴ്സൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ തിരിച്ചു വരേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഹൗസ് ബിൽഡിങ് വളരെ സിമ്പിളാണ്, ജോബ് ഓറിയൻറ്റഡ് ആണ്, സ്റ്റൈപ്പൻഡ് കിട്ടുന്ന പ്രോഗ്രാമാണ്, നല്ല ശമ്പളം കിട്ടുന്ന പ്രോഗ്രാമാണ്, PR പിന്നീട് ലഭ്യമാവും, സിറ്റിസൺഷിപ്പും ലഭ്യമാകാനുള്ള അവസരമുണ്ട്. സാർ, ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യാൻ നോക്കുന്നവരില്ല. ഇപ്പം പ്ലസ് 2 കഴിഞ്ഞവർ മാത്രമല്ലല്ലോ ഉണ്ടാവുക. ഡിപ്ലോമ കഴിഞ്ഞവരുണ്ടാവാം, ഡിഗ്രി കഴിഞ്ഞവരുണ്ടാവാം, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരുണ്ടാകാം. സോ ഇത്തരക്കാർക്കും ഈ പ്രോഗ്രാം ഹൗസ് ബിൽഡിംഗ് എന്ന പ്രോഗ്രാം ചെയ്യാനായിട്ട് എലിജിബിൾ ആണോ? അവർക്കത് ചെയ്യാൻ പോസിബിൾ ആണോ? അതായത് നമുക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം പഠിക്കാൻ വേണ്ടി പോകാനായിട്ട് അവർക്ക് വേണ്ടുന്ന യോഗ്യത എന്ന് പറയുന്നത് നമുക്ക് പ്ലസ് 2 ഞാൻ പറഞ്ഞതുപോലെ തന്നെ 55% മുതൽ മുകളിലേക്കുള്ള മാർക്ക് ആവശ്യമാണ്. കൂടാതെ അവർക്ക് 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള ഒരു പ്രായപരിധിയിലുള്ള ഒരു വിദ്യാർത്ഥിക്കാണ് ഈ പ്രോഗ്രാമൊക്കെ സൂട്ടബിൾ ആയിട്ട് പറ്റുന്നത്. ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, പലപ്പോഴും ഇത് കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കാനൊരു സാധ്യതയുണ്ട്. ജർമ്മനി പോലെയുള്ള ഒരു രാജ്യത്ത് ഈ മാർക്കോ നമ്മുടെ പ്രായമോ ഒന്നും തന്നെ അവർ ഒരു പരിഗണിക്കുന്ന വിഷയമല്ല. പക്ഷെ നമുക്കൊരു ആവറേജ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റുഡൻറ്റ് ആ രാജ്യത്തേക്ക് പോകുമ്പോൾ വിസയെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 55%-ലധികം മാർക്ക് വേണമെന്നും 26 വയസ്സിൽ താഴെയുള്ള ഒരാളായിരിക്കണമെന്നൊക്കെ നമ്മൾ നിഷ്കർഷിക്കുന്നത്. നമുക്കൊരു ക്വാളിറ്റി ഉള്ള ഒരാൾ ആ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സെലക്ഷൻ നടത്തുന്നതിന് അവർക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് അഡീഷണൽ ആയിട്ട് വേണ്ടത് ജർമ്മൻ ലാംഗ്വേജിലുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത്. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കറിയാം A1, A2, B1, B2, C1, C2 ഈ ലെവലാണ്. ഒരു വിദേശി ജർമ്മനിയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ ജർമ്മൻ ഭാഷയിലുള്ള അവരുടെ പ്രാവീണ്യത്തെ അളക്കുന്നതിനുള്ള മാനദണ്ഡമാണ് ഈ ലെവലുകൾ.
അപ്പോൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടത് ജർമ്മൻ ലാംഗ്വേജിലുള്ള B2 സർട്ടിഫിക്കേഷൻ ആണ് വേണ്ടത്. അത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള 4 അക്രഡിറ്റഡ് ഏജൻസീസ് ഉണ്ട് ജർമ്മൻ ഭാഷയുടെ. ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ടെൽക്ക് ഉണ്ട്, OSD ഉണ്ട്, ECL ഉണ്ട്. ഇവരുടെ സെൻറ്ററിൽ പോയി പരീക്ഷ എഴുതി ഇത് പാസ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഈ +2 വേണ്ടത്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, ജർമ്മൻ ലാംഗ്വേജിൽ സംസാരിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ ലാംഗ്വേജിലുള്ള പ്രാവീണ്യം ആവശ്യമാണ്. അപ്പം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ സമ്മറൈസ് ചെയ്ത് പറയാൻ വേണ്ടി സാധിക്കും. +2 വിദ്യാഭ്യാസത്തിൽ 55% പാസ്, അതോടുകൂടി 26 വയസ്സിന് താഴെയുള്ള പ്രായം, ജർമ്മൻ ഭാഷയിലുള്ള B2 സർട്ടിഫിക്കേഷൻ, ജർമ്മൻ ഭാഷയിൽ സംസാരിക്കാനുള്ള പ്രാവീണ്യം. ഇത്രയുമുള്ള ഒരു വിദ്യാർത്ഥിക്ക് ജർമ്മനിയിൽ പോയി ഹൗസ് ബിൽഡിങ്ങിലെ വിവിധ ട്രേഡുകളിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. EduFlair, education driven by passion.